hello, welcome back to my YouTube channel Life and Pharma. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ട്രിമസ്റ്റർ അല്ലെങ്കിൽ പ്രഗ്നൻസിയിലെ ആദ്യത്തെ 3 മാസത്തെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ചെയ്ത മിസ്റ്റേക്സും ഇതെല്ലാം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ട്രിമസ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, അത്യാവശ്യം നല്ല കെയർ വേണ്ട, അത്യാവശ്യം നമ്മൾ കുറച്ച് കെയർഫുൾ ആവേണ്ട സമയമാണ് ആ ഒരു 3 മാസം എന്ന് പറയുന്നത്. അതിൽ 1 മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയത്ത് പോലുമില്ല നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന്. കാരണം നമ്മൾ ലാസ്റ്റ് പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു 3-4 ആഴ്ച കഴിയുമ്പോഴേ നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നമ്മൾ അറിയത്ത് പോലുള്ളൂ. സോ അങ്ങനെ പ്രഗ്നൻസി നമ്മൾ അറിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഇപ്പം നിങ്ങൾ പ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ഒന്നും അല്ല, അൺപ്ലാൻഡ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വൈറ്റമിൻസ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനൊരു പ്രഗ്നൻസി ഞാൻ അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ പീരീഡ്സ് മിസ്സാവുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ പ്രഗ്നൻസി പ്ലാനിങ്ങിലായിരുന്നു ആ ഒരു സമയത്ത്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് PCOD ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും അതുപോലെ പ്രഗ്നൻസിക്ക് വേണ്ടിയുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മളപ്പോൾ എക്സ്പെക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും ഇരിക്കുകയല്ലായിരുന്നു. എന്നാലും നമ്മൾ പ്രഗ്നൻസി പ്ലാനിങ്ങിൻ്റെ ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പീരീഡ്സിൻ്റെ ആവേണ്ട ദിവസത്തിന് ഒരു ദിവസം മുമ്പ് തന്നെ ഞാൻ പ്രഗ്നൻസി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു ദിവസം മുമ്പ് എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പോട്ടിങ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അല്ലേ, ആ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് പോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്കൊരു ഡൗട്ടായി തുടങ്ങി പ്രഗ്നൻ്റ് ആണോ എന്ന്. വേറെ എനിക്കൊരു സിംറ്റംസും ഇല്ലായിരുന്നു കേട്ടോ, വേറെ ഒരു സിംറ്റംസും ആവാനുള്ള സമയമായിട്ടും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു സ്പോട്ടിങ് പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം എനിക്ക് പീരീഡ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി പ്രഗ്നൻ്റ് ആണോ എന്ന്. അങ്ങനെയാണ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും പോസിറ്റീവാണ് അത് കാണിക്കുന്നത്. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ലൈനൊന്നും അല്ല, എന്നാൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ലൈനും അല്ല, നോർമലായിട്ട്. എന്നാലും അത് കണ്ടാലും നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് അറിയാൻ പറ്റും. ഡൗട്ട് ഇല്ലാതെ നമുക്ക് കൺഫേം ചെയ്യാം. പക്ഷേ പ്രഗ്നൻസി തന്നെ പല ടൈപ്പ് കാണുമല്ലോ, അതായത് ഇപ്പോൾ ട്യൂബുലാർ പ്രഗ്നൻസി, മോളാർ പ്രഗ്നൻസി, പല ടൈപ്പ് കാണും. അപ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് PCOD ഇഷ്യൂസും കാര്യങ്ങളുടെ സപ്ലിമെൻറ്റ്സും അങ്ങനത്തെയൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളോർക്കും ഒരു ഡോക്ടറിനെ പെട്ടെന്ന് തന്നെ കാണിക്കുന്നതായിരിക്കും നമുക്കും ഒരു കോൺഫിഡൻസ് കൂടാൻ അതല്ലേ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ അറിഞ്ഞ് ആ ഒരു ദിവസം തന്നെ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അവിടെ അടുത്തൊരു ക്ലിനിക്കിലെ തന്നെയുള്ള ഡോക്ടറാണ് കേട്ടോ, ഷിഫ ജസീറ. ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ആ ഒരു ക്ലിനിക്കിൽ തന്നെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. PCOD ഇഷ്യൂസിന് കാര്യങ്ങൾക്കൊക്കെ ഞാൻ അവിടെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഡോക്ടർ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചു ഏത് ക്ലിനിക്ക്, എവിടുത്തെ ക്ലിനിക്കാണ്. റാസൽ ഗെയിമിലും നക്കീരിലുള്ള ഷിഫ ജസീറയിലാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഷിഫ ജസീറ തന്നെ പല സ്ഥലത്തുണ്ട്. സോ അവിടെയാണ് കാണിച്ചത്. PCOD ഇഷ്യൂസിനും അതുപോലെ പ്രഗ്നൻസി പ്ലാനിങ്ങിനും ഒക്കെ വേണ്ടിയുള്ള മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ ഞാൻ കൺസൾട്ട് ചെയ്തത് വേറൊരു ഡോക്ടറിനെ തന്നെയായിരുന്നു. ആ ഒരു ക്ലിനിക്കിൽ തന്നെ വേറൊരു ഡോക്ടർ അപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറൊരു ഡോക്ടറാണ്, പ്രിയ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തതിൽ ഒന്നും കാണാൻ പറ്റില്ല ആ ഒരു സമയത്ത്, കാരണം പീരീഡ്സ് മിസ്സായിട്ട് പോലും ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ HCG ലെവൽ വെച്ചിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എഴുതി. അപ്പോൾ അതിൽ പോസിറ്റീവാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ സ്കാൻ ചെയ്താൽ ഈ ഒരു ഏത് ടൈപ്പിലുള്ള പ്രഗ്നൻസിന് ട്യൂബിൽ വല്ലതും ആണോ എന്താണെന്ന് എനിക്ക് അറിയണ്ടേ. അപ്പോൾ സ്കാൻ ചെയ്താലേ കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് സ്കാൻ ചെയ്യണമെങ്കിൽ ഒരു 2 വീക്സ് എങ്കിലും കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 വീക്സ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. സോ നമ്മൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ PCOD ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് ആ ഒരു പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് തരും. സോ എനിക്ക് ആ ഒരു സമയം തൊട്ടേ ഡുഫാസ്റ്റോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്. കാരണം എനിക്ക് PCOD ഇഷ്യൂസും ഉണ്ട്, അതുപോലെ ഞാൻ വർക്കിംഗ് ആണ്, ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സോ അതുകൊണ്ടൊക്കെ തന്നെയും എനിക്ക് കുറച്ചൊരു സപ്പോർട്ടീവ് ആവാൻ വേണ്ടി ഒരു പ്രഗ്നൻസി ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് പ്രൊജസ്ട്രോൺ എനിക്ക് അപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് ഈ ഒരു പ്രഗ്നൻസി ആണ് അല്ലെങ്കിൽ പ്രഗ്നൻസി സിംറ്റംസിൽ മെയിൻ ആയിട്ട് വരുന്ന വോമിറ്റിങ്, നോസിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് നോർമലി എല്ലാവർക്കും കാണുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കാണണമെന്നൊന്നുമില്ല. നോർമലി എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ സമയത്തൊന്നും വോമിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്കില്ലായിരുന്നു, തീരെ ഇല്ലായിരുന്നു ആദ്യത്തെ സമയത്ത്. പിന്നെ ചെറിയ രീതിയിൽ, എന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മീൻസ് ബ്രഷ് ചെയ്യാൻ നേരത്തുണ്ടാവുന്ന പ്രശ്നം, അതുപോലെ നമ്മൾ ഫുഡ് വയറ് നിറച്ച് കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വയറ് നിറച്ച് കഴിക്കുകയാണെങ്കിൽ അത് വോമിറ്റ് ചെയ്ത് കളയും, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ളായിരുന്നു. അല്ലാതെ നോർമലി എനിക്ക് ഭയങ്കര അങ്ങനെ വോമിറ്റിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് തീരെ ഇല്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര ചെറിയൊരു പേടിയൊക്കെ ആയിരുന്നു, എല്ലാവർക്കും വോമിറ്റിംഗ് ഉണ്ടല്ലോ ഇതെന്താ എനിക്ക് മാത്രം ഇല്ലാത്തത്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പോകുമ്പോൾ ചോദിച്ചൊക്കെ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ ഭയങ്കര കൂളാണ് കേട്ടോ. അപ്പം ഡോക്ടറിനോട് പറയാം അതൊന്നും ഒരു കുഴപ്പമില്ല, വോമിറ്റിംഗ് ഇല്ലാത്ത നല്ലതെന്ന് പറ. കാരണം വോമിറ്റിംഗ് ഒക്കെ വന്ന് നന്നായിട്ട് ക്ഷീണമൊക്കെ ആയാൽ ട്രിപ്പൊക്കെ ഇടേണ്ടി വരും, ഇപ്പോൾ വർക്കിംഗ് ഒക്കെ അല്ലേ, ജോലിക്കൊക്കെ പോകുന്നതല്ലേ എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ആ വോമിറ്റിംഗ് ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും വോമിറ്റിംഗ് ഒന്നും കാണണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് വോമിറ്റിംഗ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു ആദ്യമൊക്കെ, പിന്നെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ രീതിയിൽ. എന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എനിക്ക് പേടിയായിരുന്നു, കാരണം ഫാർമസിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുമോ, ആരെങ്കിലും കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ ഛർദ്ദിക്കാൻ വരുമോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ, അൽഹംദുലില്ലാ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര കൂളായിട്ട് എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അത് നോർമലി ആ ഒരു 3 മാസം വരുന്നതാണ്. നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും എനിക്ക് മാനേജ് ചെയ്യാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ, അതുപോലെ ഫാർമസി പോയി പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഭയങ്കര ജോലി ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തളർന്ന് കിടക്കും, ഫുൾ ടൈം ഇങ്ങനെ കിടക്കാൻ, എനിക്ക് കിടന്നാൽ മതി എന്ന് പറഞ്ഞായിരിക്കും ഞാൻ വീട്ടിൽ വരുന്നത് തന്നെ. മിക്ക ദിവസവും ഫുഡൊക്കെ പുറത്തുനിന്നായിരിക്കും. ആ ഒരു 3 മാസം അങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. എനിക്ക് കുക്കിംഗ് ഒന്നും തീരെ പറ്റുന്നില്ലായിരുന്നു. സ്മെല്ലെന്ന് പറഞ്ഞാൽ ചില സ്മെല്ലൊക്കെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആ ഒരു 3 മാസം. കാരണം വെള്ളം കുടിക്കാൻ എനിക്ക് തോന്നുന്നേ ഇല്ല, ആ വെള്ളത്തിൻ്റെ സ്മെല്ല്, ആ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നേ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു 3 മാസം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പം വെള്ളം കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ പല രീതിയിൽ നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് വെള്ളം കുടിക്കുകയായിരുന്നു. അല്ലാതെ എനിക്ക് പച്ചവെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ നോർമൽ വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഒരുപാടൊന്നും കുടിക്കാനൊന്നും തോന്നുന്നില്ല, അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ സ്കാനിങ്ങിന് പറഞ്ഞതെങ്കിൽ പോലും നമുക്ക് ഒരാഴ്ചയൊക്കെ ആയപ്പോൾ എനിക്ക് ചെറിയ പനിയൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പനി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തൊണ്ടവേദനയും അങ്ങനത്തെ ചുമയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓർത്ത് എന്തായാലും ഡോക്ടറിനെ കാണണം. പക്ഷെ ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ കേട്ടോ, തൊണ്ടവേദനയൊക്കെ ഞാൻ ഉപ്പുവെള്ളമൊക്കെ വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ മെഡിസിൻസ് അങ്ങനെ ആ ഒരു സമയത്ത് എടുക്കില്ല, മീൻസ് മെഡിസിൻസ് അങ്ങനെ എടുക്കരുതെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം വരുമ്പോഴത്തേക്കും ഇപ്പോൾ പനിയൊക്കെ ആയാലും കൂടിയാലും നമ്മുടെ കുഞ്ഞിനും കൂടി അത് ബുദ്ധിമുട്ട് വരും. അതിനേക്കാളും നല്ലത് മെഡിസിൻസ് ഡോക്ടർ പറയുന്ന രീതിയിൽ മെഡിസിൻസ് എടുക്കുന്നതാണ്. എന്നാലും നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ആ ഒരു 3 മാസമെങ്കിലും അങ്ങനത്തെ മെഡിസിൻസ് കൂടുതലും കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് മിക്ക ഡോക്ടേഴ്സും പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മെഡിസിൻസ് ഞാൻ കഴിക്കാൻ വേണ്ടിയല്ല, എന്നാലും എനിക്ക് സ്കാൻ ഡോക്ടർ ചെയ്താലോ ആ ഒരു സ്കാനിങ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ മീൻസ് കുഞ്ഞ് ഇനി വേറെ എന്തെങ്കിലും പ്രഗ്നൻസി ആണോ, ട്യൂബിൽ വല്ലതും ആയിരിക്കുമോ എന്നൊക്കെ നമുക്ക് പല ഡൗട്ടും വരുമല്ലോ ആ ഒരു സമയത്ത്. അതൊക്കെ എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്കാൻ ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞാൻ റിക്കുവിനോട് പറഞ്ഞു നമുക്കൊന്ന് ഡോക്ടറിനെ കാണാം. എന്തായാലും റിക്കു എന്നോട് പറഞ്ഞു നമുക്ക് ഡോക്ടറിനെ പോയി കാണാം, ഡോക്ടറിനെ സ്കാൻ ചെയ്താലോ. അല്ലാതെ പനിക്ക് വേണ്ടിയല്ല ഞാൻ മെയിൻലി പോയത്, സ്കാൻ ചെയ്യാനായിട്ടാണ് പോയത്. പക്ഷെ പനിയുടെ പേരിലാണ് ഞാൻ പോയത് കേട്ടോ. എനിക്ക് ജസ്റ്റ് ഒരു പനി ചൂടായിട്ടില്ല, തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഒരു ഇൻഫെക്ഷൻ ഒരു സ്റ്റാർട്ടിങ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് വന്നതല്ലേ, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു യോഗ് സാക്ക് കണ്ടു, യൂട്രസിൽ യോഗ് സാക്ക്, അത് ആദ്യത്തെ സ്റ്റേജിൽ വരുന്നതാണ്. അപ്പോൾ യൂട്രസിൽ തന്നെയാണ് പ്രഗ്നൻസി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഹേർട്ട് ബീറ്റ് ഒന്നും ആയിട്ടില്ല, ഒരു വീക്കും കൂടി കഴിഞ്ഞാലേ ഹേർട്ട് ബീറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും, ഒരു വീക്ക് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പനിക്ക് വേണ്ടിയൊന്നും മെഡിസിൻസ് തന്നില്ല കേട്ടോ. ഇത് തന്നെ പറഞ്ഞത്, ഗാർഗിൾ ചെയ്യുക, ഉപ്പുവെള്ളം ഇട്ടുന്നിട്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്യുക, അല്ലാതെ ഡോക്ടർ ആൻറ്റിബയോട്ടിക് തരില്ല ഈ ഒരു സമയത്ത്, എന്തായാലും മെഡിസിൻസ് സ്റ്റാർട്ടിങ്ങിൽ തരില്ല എന്ന് പറഞ്ഞാണ് ഡോക്ടറും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു.
അത് ഞാൻ ഗാർഗിളൊക്കെ ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ ആ തൊണ്ടവേദനയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ പോയിട്ട് സ്കാൻ ചെയ്തപ്പോൾ അൽഹംദുലില്ലാഹ് എഴുതിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത്. ആ ഒരു സമയത്ത് ഫസ്റ്റ് ട്രിമസ്റ്ററിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം, ഫസ്റ്റ് എനിക്ക് വൊമിറ്റിങ് കാര്യങ്ങളോ ഞാൻ പറഞ്ഞോട്ടില്ല എങ്കിലും എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ക്ഷീണം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പറയണമെന്നറിയില്ല, അത്ര ഞാൻ വന്നാൽ ഒറ്റ കിടപ്പായിരിക്കും ഞാൻ ജോലിക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും. പുറമേ നിന്ന് കാണുന്നവർക്ക് ഇത് ഫീൽ ചെയ്യത്തില്ല. പുറമേ നിന്ന് കാണുമ്പോൾ ഞാൻ നല്ല ആക്റ്റീവാണ്, ജോലിക്ക് പോകുമ്പോഴും ഞാൻ നല്ല ആക്റ്റീവാണ്, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ മാക്സിമം ഞാൻ ആക്റ്റീവായിട്ടിരിക്കാൻ പല സമയത്തും ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പ്രഗ്നൻസിയിൽ മെയിൻലി UAE ഞാൻ വർക്കിംഗ് സമയത്തൊക്കെ ഞാൻ മാക്സിമം ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ജോലി ആയാലും പല സമയത്ത് ജോലി വന്നിട്ടുണ്ട് എനിക്ക്. നൈറ്റ് മെയിനായിട്ട് എനിക്ക് ഈവനിങ് ആയിരിക്കും, 5 to രാവിലെ 2 മണി വരെ ആയിരിക്കും എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് ഞാൻ ഇത് ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ചില ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് മോർണിംഗ് ഒക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഭയങ്കര തളർച്ച അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ മാക്സിമം ജോലി സമയത്തെങ്കിലും മാക്സിമം ഞാൻ ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നാൽ എനിക്ക് ആ ഒരു 3 മാസം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ 3 മാസം കുറച്ച് എന്തായാലും ക്ഷീണം വരും, അത് നോർമലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് മൂഡ് സ്വിങ്സ്, ആ ഒരു സമയത്ത് മൂഡ് സ്വിങ്സ് എല്ലാവരും പറയാറുണ്ട്, നല്ല മൂഡ് സ്വിങ്സും കാര്യങ്ങളും. എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല, എന്നാലും മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് മെയിനായിട്ട് എനിക്ക് വന്നത് എനിക്കൊരു നെഗറ്റീവ് ഫീൽ എന്നിൽ തോന്നിയതാണ്. കാരണം എനിക്ക് വീട്ടിൽ വന്നാലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മിക്ക ദിവസവും പുറത്തുനിന്നായിരിക്കും ഫുഡ്. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിനൊരു ഡിസ്റ്റർബൻസ് വരുമ്പോൾ നമുക്കൊരു ഫീൽ വരത്തില്ലേ, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഞാൻ ഇക്കുനോടും പറയും, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇനി ഫുൾ ഡേയ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് എന്നിൽ തന്നെ ഒരു നെഗറ്റീവ് ഫീൽ വന്നിട്ടുള്ള ആ ഒരു സംഭവമാണ് എനിക്ക് വരുന്നത്. എനിക്ക് പെട്ടെന്ന് വിഷമം വരും. അപ്പം അല്ലാതെ വലിയ മൂഡ് സ്വിങ്സോ കാര്യങ്ങളോ ഒന്നും അൽഹംദുലില്ലാഹ് വന്നിട്ടില്ല. അതൊക്കെ എനിക്ക് കുറച്ച് ആ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഓക്കെ ആയി. പിന്നെ ഞാൻ പണ്ടത്തെ പോലെ ആയി, എല്ലാം എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അൽഹംദുലില്ലാഹ്. വീട്ടിലെ കാര്യങ്ങളായാലും ജോലിക്ക് പോകുന്നത് ഒന്നും എനിക്കങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു ആരും. അതുപോലെ ഈ ഒരു 3 മാസം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അബോർഷനോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കാൻ ഒരുപാട് ചാൻസസ് കൂടുതലുള്ളൊരു സമയമാണ്. അതുകൊണ്ട് എന്ത് സിംറ്റംസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ഡോക്ടറിനോട് കാര്യം പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്, വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. എനിക്ക് ഈ ഒരു സമയത്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ സ്പോട്ടിങ് പോലെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ സ്പോട്ടിങ്ങോ കാര്യങ്ങളില്ല, ചെറുതായിട്ട് 1-2 ദിവസം ഒരു സ്പോട്ടിങ് കാണിച്ചു. അപ്പോൾ ആ സ്പോട്ടിങ് കണ്ടപ്പോഴും നമ്മൾ ഡോക്ടറിനെ കാണാമെന്ന് വെച്ചാൽ അപ്പം തന്നെ നമ്മൾ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ബ്ലീഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഓൾറെഡി ഡുഫാസ്റ്റോൺ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പ്രൊജസ്ട്രോണിൻ്റെ എൻ്റെ ഇഞ്ചക്ഷൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വീക്കിലി 1 വെച്ചിട്ട്, ആഴ്ചയിൽ 1 വെച്ചിട്ട് ഈ ഒരു 3 മാസത്തേക്ക് ഇഞ്ചക്ഷൻ എടുത്തോളാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആഴ്ചയിൽ ഓരോ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെയായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കുന്നത് കേട്ടോ. പ്രിമലൂട്ട് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ആയിരുന്നു. എനിക്ക് അവിടുത്തെ ആ ഒരു ബ്രാൻഡ് എനിക്ക് അറിയത്തുള്ളൂ. പ്രിമലൂട്ട് ഇഞ്ചക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് അതിന് അത്യാവശ്യം നല്ല പെയിൻ ആയിരിക്കും കേട്ടോ. ഓയിലി ഇഞ്ചക്ഷൻ ആണ്, അപ്പോൾ നല്ല പെയിൻ ആയിരിക്കും. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് വേറൊരു ബ്രാൻഡായിരുന്നു. പക്ഷെ എനിക്ക് അതിനത്ര പെയിൻ തോന്നിയിട്ടില്ല, എന്താണെന്ന് ഓർക്കും. എന്തായാലും അത് ഞാൻ ആ ഒരു 3 മാസം ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ വീതം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലീഡിങ് കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ഇഞ്ചക്ഷൻ എനിക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട്, പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂട്ടാനായിട്ട് ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഞ്ചക്ഷന് ശേഷം ഞാൻ പിന്നെ ഡുഫാസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നോട് പറഞ്ഞു 3 മാസമാണ് ഡുഫാസ്റ്റോൺ ടാബ്ലറ്റ് ഓറലി എടുത്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ 3 മാസം കഴിഞ്ഞാൽ പിന്നെ ഡുഫാസ്റ്റോണിൻ്റെ വജൈനൽ ടാബ്ലറ്റ്സ് ഉണ്ട്. ഡുഫാസ്റ്റോൺ അല്ല, പ്രൊജസ്ട്രോണിൻ്റെ വജൈനൽ ടാബ്ലറ്റ്സ് ഉണ്ട്. സോ അങ്ങനെ വജൈനലിലാണ് ഞാൻ പിന്നെ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ വജൈനൽ എനിക്ക് ഡിസ്റ്റർബൻസ് ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, എന്നാൽ പ്രൊജസ്ട്രോണിൻ്റെ തന്നെ ഓറൽ, ഡുഫാസ്റ്റോൺ അല്ല തന്നെ യൂട്രോജസ്ട്രോൺ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാണ് എനിക്ക് അപ്പം തന്നെ പ്രൊജസ്ട്രോണിൻ്റെ തന്നെ, അത് ഓറലായിട്ട് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മെയിൻലി എനിക്ക് തരാനുള്ള കാരണം ഒന്നാമത് PCOD, പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ എനിക്ക് പറഞ്ഞത്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ മെഡിസിൻ തരുന്നത്, അല്ലെങ്കിൽ ഞാൻ തരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. ഇവിടെ അത് നാട്ടിൽ വരുമ്പോൾ നിർത്തിക്കോളാൻ എന്നോട് പറഞ്ഞു. കാരണം ഇപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, അതുകൊണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. UAE വെച്ചിട്ടല്ല ഞാൻ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു.
ഒരു പ്രഗ്നൻസിയിൽ 3 മാസം ഞാൻ ചെയ്ത മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മിസ്റ്റേക്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ടായിരിക്കും ഈ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് കിട്ടിയതും കൂടാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും അത്യാവശ്യം കെയർ കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു സിംറ്റമോ കാര്യങ്ങളോ വന്നാൽ അപ്പം തന്നെ നമ്മൾ ഡോക്ടറിനെ കാണും. ആ ഒരു രീതിയായിരുന്നു ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, എനിക്ക് ആ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഒരു 6 months വരെ, അതായത് ഞാൻ ജോലിക്ക് പോകുന്നിടം വരെയെങ്കിലും എൻ്റെ ഫുഡ് കഴിപ്പെന്ന് പറഞ്ഞാൽ തീരെ പ്രോപ്പർ അല്ലായിരുന്നു. പ്രോപ്പറായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടേ ഇല്ല. ചിലപ്പോൾ വിശന്നൊക്കെ അങ്ങ് ഇരിക്കുമായിരുന്നു ഞാൻ ഈ ഒരു പ്രഗ്നൻസിയിൽ. സോ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. കറക്റ്റ് രീതിയിൽ ഫുഡ് കഴിച്ച് കറക്റ്റ് ഒരു ഡയറ്റൊക്കെ വെച്ച് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒക്കെ നോക്കുക. കാരണം നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ ഒരു 3 മാസം നമുക്ക് കറക്റ്റ് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ലെന്ന് വരും. കാരണം ചിലർക്ക് നല്ല വൊമിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അത് കഴിഞ്ഞിട്ടെങ്കിലും കറക്റ്റ് രീതിയിൽ നിങ്ങൾ ഫുഡൊക്കെ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. എനിക്കിപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ രണ്ടാഴ്ച കുഞ്ഞിൻ്റെ ബാക്കിലോട്ടാണ് വരുന്ന വെയിറ്റ്. അത് മെയിൻലി ഞാൻ ഫുഡ് കഴിക്കുന്നതൊന്നും പ്രോപ്പർ അല്ലായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ടും വന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്ന മെയിനായിട്ട് വെയിറ്റ് ഒന്നും എടുക്കരുത്. ആ ഒരു 3 മാസം പറഞ്ഞിരുന്നത് വെയിറ്റ് വലിയ വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ കുനിഞ്ഞും നൂന്നും ഒരുപാട് ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നോട് പറഞ്ഞു തന്നത്. ഇതിൽ മെയിനായിട്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ജോലിക്ക് പോകുമ്പോഴായാലും ഫാർമസിയിലായാലും മെഡിസിൻസ് വരുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ചേച്ചിയായിരുന്നു മെഡിസിൻസ് എല്ലാം എടുത്തു വെക്കുന്നതും അറേഞ്ച് ചെയ്യുന്നതൊക്കെ ചേച്ചിയായിരുന്നു. ഞാൻ ജസ്റ്റ് മെഡിസിൻസ് സിസ്റ്റത്തിൽ എൻട്രി ഒക്കെ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. കാരണം എനിക്ക് ചിലപ്പോൾ ഞാൻ എടുത്തൊക്കെ വെക്കാറുണ്ടെങ്കിലും ഞാൻ കുനിഞ്ഞും നൂന്നൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ആ ഒരു സമയത്ത് കേട്ടോ. മാക്സിമം ഞാൻ അത് കുറയ്ക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്യാവശ്യം കെയർഫുൾ ആയിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. മാക്സിമം ഞാൻ അങ്ങനെ ആ ഒരു 3 മാസം ഞാൻ അത്യാവശ്യം നല്ലതായിട്ട് കെയർഫുൾ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. സോ ഈ ഒരു പ്രഗ്നൻസിയിലെ ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൂഷ്യൽ പീരീഡ് തന്നെയാണ്. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ എല്ലാവരുടെയും പ്രഗ്നൻസി ഓരോരുത്തർ പ്രഗ്നൻസിയും ഡിഫറൻസ് ആയിരിക്കും. എല്ലാവർക്കും ഒരേപോലെയാണ് പറയാനായിട്ട് പറ്റത്തില്ല. ചിലർക്ക് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. ചിലർക്ക് അല്ലെങ്കിൽ ഭയങ്കര ഞാൻ പറഞ്ഞോട്ട് വോമിറ്റിങ്. എനിക്ക് ആദ്യമൊന്നും വോമിറ്റിങ്ങേ ഇല്ലായിരുന്നു. അത് വെച്ച് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ സിംറ്റംസും വരണമെന്നൊന്നുമില്ല. അതുപോലെ നമ്മുടെ ബോഡിയിൽ പല ചേഞ്ചസും ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ആവും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സോ അതായിരുന്നു എൻ്റെ ഈ ഒരു ഫസ്റ്റ് 3 months. ഒരു ഫുൾ പ്രഗ്നൻസിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആ ഒരു സപ്പോർട്ട് തന്നെയാണ്. അതില്ലെങ്കിൽ നമ്മൾ ആകെ തളർന്നു പോകും. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു കാര്യം. സോ ഈ ഒരു 6 months ആയാലും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളെങ്കിൽ നിൽക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. ഫാർമസി വിളിച്ചുകൊണ്ടിരുന്ന എല്ലാ ആളുകളായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പിന്നെ കുക്കിംഗ് ആയാലും കുറേ നമ്മൾ രണ്ടുപേരും കൂടെയാണ് നിൽക്കുന്നത് ചെയ്യുന്നത്. സോ അങ്ങനത്തെയൊക്കെ നമുക്കൊരു സപ്പോർട്ടീവ് ആവശ്യമാണ് ആ ഒരു സമയത്ത്. അല്ലാതെ എല്ലാം നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 3 months. അപ്പോൾ 3 months നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പ്രഗ്നൻസി സ്റ്റാർട്ട് ആയെന്നോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് PCOD ഇഷ്യൂസോ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും അബോർഷനോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടീവ് മെഡിസിൻസിൻ്റെ ആവശ്യം ഭയങ്കര കൂടുതലാണ്. സോ അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. സോ അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് നോക്കുക. പ്രഗ്നൻസി പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ഫോളിക് ആസിഡ് ഒരു 3 മാസം മുമ്പ് തൊട്ട് ഫോളിക് ആസിഡ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓവറായിട്ട് ഈ ഒരു 3 മാസം ജോലി ചെയ്യുന്നതൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് നോക്കുക. കാര്യത്തിൽ പറഞ്ഞ കുനിഞ്ഞു നൂന്നുള്ള ജോലികൾ, റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് മാക്സിമം റെസ്റ്റ് എടുക്കാനായിട്ട് നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു 3 മാസം നമ്മൾ അത്യാവശ്യം കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. വെള്ളം കുടിക്കുന്നതിനെ തൊട്ട് ആ ഒരു 3 മാസം പറ്റിയില്ല എങ്കിൽ നിങ്ങളിങ്ങനെ നാരങ്ങ വെള്ളമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെള്ളമൊക്കെ അങ്ങനെ നോക്കുക. പക്ഷേ ഷുഗർ കണ്ടന്റ് കുറയ്ക്കാനായിട്ട് നോക്കുക കേട്ടോ. ഷുഗർ മെയിൻലി ഈ ഒരു പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് ഇങ്ങനത്തെ PCOD ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് കൂടുതലായിരിക്കും. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് തൊട്ടേ ഇങ്ങനെ ഡയബറ്റീസ് കാണിക്കുന്നുണ്ട്. സോ മെഡിസിൻസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അടുത്ത സ്കാനിൽ കൂടി കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റും കൂടി ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മുടെ ഷുഗറും അതുപോലെ തന്നെ പ്രഷറും ഇത് രണ്ടും നമ്മൾ കൺട്രോൾ ചെയ്യുക. അതുപോലെ തൈറോയിഡ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഡോക്ടർ പറയുന്നത് എന്താണോ അത് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു പ്രഗ്നൻസിയിലെ ആദ്യത്തെ 3 മാസത്തെ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയി പോയെന്ന് എനിക്കറിയാം, പറഞ്ഞു വന്നപ്പോൾ ലോങ് ആയി പോയതാണ്. സോ ഇത്രയേ ഉള്ളൂ. പിന്നെ PCOD-യുടെ റിലേറ്റഡ് ആയിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് PCOD പ്രഗ്നൻസി പ്ലാനിങ് ഒക്കെ എങ്ങനെയായിരുന്നു. ഇതൊക്കെ ഇൻഷാല്ലാ അത് നല്ല ലോങ് ആയി പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു വീഡിയോ, കാരണം കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. സോ അതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇൻഷാല്ലാ ഞാൻ അത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യും ഇൻഷാല്ലാ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.